പ്രേമിച്ചെവിടെ ചേട്ടച്ച? മുറിയിൽ കണ്ടു. അതെ, ഞങ്ങൾ എല്ലാരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ കാര്യത്തില് ഇടപെട്ട് നശിപ്പിച്ച് കൊളമാക്കരുത്. വേറൊന്നുമല്ല മോളെ, വലിയ മാറ്റമൊന്നുമില്ലല്ലോ പ്രേമയ്ക്ക്. അതുകൊണ്ട് വേറൊരു ഡോക്ടറെ കാണിച്ചാലോ എന്നാ. അതെ ദേവികെ, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനാ തീരുമാനം. സൈക്യാട്രിസ്റ്റിനെ? എന്തിന്? ചേച്ചിക്ക് മനസ്സിന് അസുഖം എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഇപ്പൊ കൊടുക്കുന്ന ഈ ട്രീറ്റ്മെന്റ് ഒക്കെ മതി. ചേച്ചിയെ വേറെങ്ങും കൊണ്ടോ ഞാൻ സമ്മതിക്കില്ല. അതെന്താ കൊണ്ടുപോയാല്? നീ എന്തിനാ വേണ്ടെന്ന് വാശി പിടിക്കുന്നെ? ഇവിടെ സംസാരം കേട്ടാ തോന്നൂലോ എല്ലാ കാലവും ചേച്ചി ഇതേ അവസ്ഥ തന്നെ കഴിയുന്നതാണ് ഇവൾക്ക് ഇഷ്ടമെന്ന്. ദേവിക അങ്ങനെ ഒരു തീരുമാനം പറയുന്നുണ്ടെങ്കിലേ അതിലെന്തെങ്കിലും ഒരു കാര്യം കാണും. വന്നല്ലോ പാപ്പൻ. ആന എങ്ങോട്ട് പോകുന്നോ ആ വഴിക്ക് പാപ്പാനും പോവും. അവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ദേവികെ. അതുകൊണ്ടാ വേറെ എവിടെയെങ്കിലും കാണിക്കാമെന്ന് തീരുമാനിച്ചു. അതിന്റെ ഒന്നും ആവശ്യമില്ല ചേട്ടച്ച. അധികം വൈകാതെ ചേച്ചിക്ക് ഓർമ്മ തിരിച്ചു കിട്ടും. ചലനശേഷി തിരിച്ചു കിട്ടിയില്ലേ? സംസാരശേഷി തിരിച്ചു കിട്ടിയില്ലേ? അതുപോലെ തന്നെ ഓർമ്മയും തിരിച്ചു വരും. അതെ, ഇവള് പറയുന്നൊന്നും വിശ്വസിക്കല്ലേ. ഇവൾക്ക് വേറെ എന്തോ ലക്ഷ്യമുണ്ട്. എന്താടി, നീയാണോ പ്രേമേച്ചിയുടെ സ്വർണം എടുത്തത്? അതുകൊണ്ടാണോ ചേച്ചിക്ക് ഓർമ്മ തിരിച്ചു വരരുതെന്ന് നീ ആഗ്രഹിക്കുന്നത്? ഇത്രയും കാലം സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഉറപ്പിച്ചു ആ മോഷണത്തിന്റെ പിന്നിൽ ആരാണെന്ന്. ആരാ? നീ അല്ലതാരാ? വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് ചെയ്തത് നീ ആയതുകൊണ്ടല്ലേടി ആ കുറ്റം എന്റെ തലയിൽ വെക്കാൻ ശ്രമിച്ചത്. ചേച്ചി എന്താണെന്ന് എനിക്കറിയാം, ഞാൻ എന്താണെന്ന് ചേച്ചിക്കും അറിയാം. എന്റെ അഭിപ്രായം ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരുതെന്നാ. ആ അഭിപ്രായം വകവെക്കാതെ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ തടയില്ല. എന്താ എല്ലാരും മിണ്ടാതിരിക്കുന്നേ? ഇവളോട് പോവാൻ പറ. നമ്മൾ ഒരുപാട് ആലോചിച്ചതിന് ശേഷമല്ലേ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അത് നടപ്പിലാക്കണം. വേണ്ട, ദേവിക പറഞ്ഞത് തന്നെയാ എന്റെ തീരുമാനം. ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോണ്ട. അതെ, അത് മതി. കാത്തിരിക്കാം. ദേവിക പറഞ്ഞപ്പോ എനിക്കും അങ്ങനെ തോന്നി. എന്നാൽ അങ്ങനെ ചെയ്യാച്ചാ, കുറച്ചുകൂടെ കാക്കാം നമുക്ക്. എന്താണോ ഞാൻ പ്രതീക്ഷിച്ചത് അത് തന്നെ നടന്നു. നീ വന്നു, ഇടങ്കോലിട്ടു. നിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയൊരു സത്യം കൂടി ഞാൻ പറയട്ടെ. ചേച്ചിയെ അടിച്ചു വീഴ്ത്തിയത് നീയാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. എന്തിന്? അതിന്റെ ഉത്തരം അധികം വൈകാതെ പുറത്തു വരും. ചേച്ചിയുടെ ഓർമ്മയെന്ന് തിരിച്ചു കിട്ടിക്കോട്ടെ.